നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-1 വാക്യം. നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വചനം. ആ വചനം എങ്ങനെയാണ്? വിനാശകം നിനക്കെതിരെ വരുന്നു, നീ അരമുറുക്കുക, കോട്ടകളെ ബലപ്പെടുത്തുക, നിന്റെ സർവശക്തി നീ സംഭരിക്കുക. നമുക്കറിയാം നമ്മുടെ ബലഹീനത. ആ ബലഹീനതയ്ക്കെതിരെ നമ്മൾ ഒരുങ്ങണം. ആ ബലഹീനത പ്രലോഭനമായി കൺമുമ്പിലേക്ക് വരുമ്പോൾ, ആത്മാവിലേക്ക് വരുമ്പോൾ അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി മുൻകൂട്ടി നമ്മൾ ഒരുങ്ങണം. വിനാശകം നിനക്കെതിരെ വരുന്നു, നീ അരമുറുക്കുക, നീ കോട്ടയെ ബലപ്പെടുത്തുക, സർവശക്തി സംഭരിക്കുക. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇങ്ങനെ സംഭരിച്ച് സർവശക്തിയോടെ പിശാചിനോട് അവരുടെ ദൂതന്മാരുടെ തിന്മയുടെ ദുരാശകൾ പടപൊരുതുമ്പോൾ ചിലപ്പോൾ മുറിവേറ്റേക്കാം, ചിലപ്പോൾ നമ്മൾ വീണുപോയേക്കാം. ഒരാൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഒരാൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഭാഗത്ത് പരമാവധി പരിശ്രമിച്ചിട്ടും നമ്മൾ വീണ്ടും മുറിവേൽക്കുന്നു, ആത്മീയ പോരാട്ടത്തിൽ മുറിവേൽക്കുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിക്കാ പ്രവാചകന്റെ പുസ്തകം 7-8 വചനം. ആ വചനം നോക്കി നമ്മളിങ്ങനെ പറയണം. നമ്മെ കീഴ്പ്പെടുത്തിയ തിന്മയുടെ അരൂപികളോട് നിരാശയോട് ഇങ്ങനെ പറയണം. മിക്കാ പ്രവാചകന്റെ പുസ്തകം 7-8 വചനം. എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെ പ്രതി സന്തോഷിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടിലിരുന്നാലും കർത്താവിന്റെ പ്രകാശമായിരിക്കും. എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെ പ്രതി സന്തോഷിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടിലിരുന്നാലും കർത്താവിന്റെ പ്രകാശമായിരിക്കും. ഒരുമിച്ച് പറയാമോ? എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെ പ്രതി സന്തോഷിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടിലിരുന്നാലും കർത്താവിന്റെ പ്രകാശമായിരിക്കും. ഒന്നുകൂടെ ഒരുമിച്ച് പറയാമോ? എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെ പ്രതി സന്തോഷിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടിലിരുന്നാലും കർത്താവിന്റെ പ്രകാശമായിരിക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു ആത്മീയ സമരമാണ് നമ്മൾ മനസ്സിലാക്കി. ഈ സമരമുഖത്ത് ആരും നിരുന്മേഷനായിട്ട് ഇരുന്നേക്കരുത്, കയ്യിൽ ആയുധമില്ലാതിരുന്നേക്കരുത്. വെറുതെ നിൽക്കുന്നവരും അവർ മുറിവേറ്റ് വീഴും, ആയുധമില്ലാത്തവരും മുറിവേറ്റ് വീഴും. നമ്മൾ സമരമുഖത്താണ്, ആത്മീയ സമരം. ഈ സമരത്തിൽ തിന്മയുടെ ദുരാശകളെ, നമ്മുടെ ഹൃദയത്തിലുള്ള തിന്മയുടെ ദുരാശകൾ, ശരീരത്തിന് ദുരാശകൾ, കണ്ണുകളുടെ ദുരാശകൾ, ജീവിതത്തിന് അഹന്തകൾ, ഇവയോട് പടപൊരുതുവാൻ നമുക്കെതിരെ പണിയെടുക്കുന്ന, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശുദ്ധി തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന തിന്മയുടെ തന്ത്രങ്ങളെ തകർക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാവിൻ്റെ ജ്ഞാനത്തോടെ നമുക്ക് എഴുന്നേൽക്ക് നിൽക്കാം. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രകാശത്തോടെ നമ്മുടെ ജീവിതം നോക്കിക്കാണാൻ വേണ്ടി പരിശ്രമിക്കാം. കർത്താവ് വചനത്താൽ നമ്മെ ശക്തിപ്പെടുത്തട്ടെ, തന്റെ സാന്നിധ്യത്താൽ നമ്മെല്ലാവരും ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, എല്ലാവരും ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. കണ്ണുകളടയ്ക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ആത്മീയ പോരാട്ടത്തിൽ കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മീയ ജീവിതത്തിൽ അലസരായിട്ടിരിക്കാതെ, മന്ദതയോടെ ഇരിക്കാതെ, ഉടന്ന് പടപൊരുതാൻ, തിന്മയുടെ നിരാശകൾ പടപൊരുതുവാൻ, നമ്മെ തകർക്കാൻ വേണ്ടി, നമ്മെ ഞെരുക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മനയുന്ന തിന്മയുടെ അരൂപികളോട് പടപൊരുതുവാൻ, തിന്മയുടെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അവയെ പടപൊരുതുവാൻ, തകർക്കുവാൻ, നമ്മുടെ ബലഹീനതയ്ക്കെതിരെ പോരാടുവാൻ, നമ്മുടെ പ്രലോഭനങ്ങൾക്കെതിരെ പടപൊരുതുവാൻ കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉണർവോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആത്മീയ പോരാട്ടത്തിന് അഭിഷേകം നൽകണമേ, ആത്മീയ പോരാട്ടത്തിന് അഭിഷേകം നൽകണമേ. ഓരോ മകനെയും ഓരോ മകളെയും ഒരു ആത്മീയ പോരാളിയാക്കി രൂപാന്തരപ്പെടുത്തണമേ, ആത്മീയ പോരാളിയാക്കി രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ.